നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വാടക വീടെന്നുള്ള ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ലൈക്ക് അടിക്കാനും കൂടെ മറക്കല്ലേ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച അതിനെക്കൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളെ കിളിമാനൂർ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് ചന്ത വന്നിട്ട് ഇതുവരെയും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് പോകണമെന്നും കാണണമെന്നും ഉണ്ട്. കാണാൻ വേണ്ടിയിട്ട് മാത്രം പോകണമില്ല കേട്ടോ. മെയിനായിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അരി കൊണ്ടുവന്നാലേ ഉള്ളൂ. അപ്പോൾ അരിയും മേടിക്കാം, ചന്ത ഒന്ന് കാണുകയും ചെയ്യാം, ചന്തയ്ക്കകത്തുനിന്ന് മീനും മേടിക്കാം. അങ്ങനെ ഇറങ്ങിയതാണ്. മറ്റത് നമുക്ക് പുതിയകാവിൽ ചന്തയായിരുന്നപ്പോൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങും. തൊട്ടടുത്ത് വന്നപ്പോഴത്തേക്ക് സാധനം മേടിക്കാൻ പോകാനൊക്കെ ഭയങ്കര മടി. ഇവിടെ അടുത്ത് മീൻ വരണതിനെ കൊണ്ട് നമ്മൾ മീൻ ഇവിടെ നിന്ന് തന്നെ മേടിക്കും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയിട്ടൊക്കെ വരാം. ഇന്നിപ്പോൾ മോളില്ല, ഞാൻ മാത്രമാണ് ഇറങ്ങി പോകുന്നത് കേട്ടോ. പിന്നെ നേരത്തേക്ക് ആയിരുന്നെന്നുണ്ടെങ്കിൽ മോനുള്ള സമയത്ത് തന്നെ പോയിട്ട് പലവ്യഞ്ജനാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും മീൻ എല്ലാം മേടിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഒട്ടും സമയമില്ലല്ലോ. പിന്നെ മോള് കോളേജിൽ പോയിട്ട് വരുമ്പോൾ അങ്ങനെ മേടിക്കും. ഇപ്പോൾ ഇല്ല നമ്മളിലെ വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ട് തരും. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോക്ക് കാര്യങ്ങൾ, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് പോകും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിലെ ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരുമായിട്ടൊക്കെ ഫേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്തായാലും ഇപ്പോൾ എല്ലാ കാര്യത്തിലും തരണം ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പൊരുത്തപ്പെട്ട് പോയാലേ പറ്റുള്ളൂ. എപ്പോഴും നമ്മളെ കൂടെ കാണണമെന്ന് അങ്ങനെ ഒന്നുമില്ലേ. അങ്ങനെ എന്തായാലും മീൻകടയിൽ വന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചൂരയുടെ ഒരു പീസ് മേടിക്കാമെന്ന്. അപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല ചൂര മീൻ കിട്ടിയിട്ട് അങ്ങനെ എന്തായാലും അതും ഒരു പീസ് മേടിച്ച്. പിന്നെ പപ്പടം മേടിക്കണമെന്നുണ്ടായിരുന്നു. മോനാണെന്നുണ്ടെങ്കിൽ എന്ത് കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പരിപ്പും പപ്പടവും കൊടുക്കുവാണെങ്കിൽ പിന്നെ അവന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ലേ. അങ്ങനെ എന്തായാലും പപ്പടം മേടിച്ച്. പിന്നെ പെണമ്പുളി മേടിക്കണമായിരുന്നു. അതൊരു 1/4 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 60 രൂപയും കൊണ്ടായിട്ടുണ്ട് 1/4 കിലോ മേടിച്ച്. പെണമ്പുളിക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ച്. പിന്നെ ഇവിടെ നിന്നും കൊണ്ടൊരു വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്തുള്ള ചന്ത കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മളെ പുതിയകാവിലെ ചന്തയിൽ ശനിയാഴ്ച ദിവസങ്ങളിലും ബുധനാഴ്ച ദിവസങ്ങളിലുമാണ് ആട് കച്ചവടം അങ്ങനെയുള്ളതൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് മേടിക്കും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ചന്ത ഇവിടെ കൂടുന്നത് കൊണ്ടും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയുടെ കൂടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചന്ത മാറിയോ, ഇപ്പോൾ ചന്ത എവിടെയാണ് എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ കാണുമായിരിക്കും. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ എൻ്റെ കയ്യിലുള്ള കൈപ്പിടിയുള്ള മൺചട്ടി എവിടെ നിന്നാണ് മേടിച്ചത്, ഉരട്ടിച്ചട്ടി. ഇതൊക്കെ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മൺപാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുമല്ലോ. മൺചട്ടിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴത്തേക്ക് ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്മമാരടുത്തൊക്കെ ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഉള്ളത് എന്തായാലും അവരെടുത്ത് തരും. ഇഷ്ടം കണക്കിന് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ടൊക്കെ ശരിക്കും ഇങ്ങനെ കമിഴ്ത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്ന സാധനം ഇഷ്ടപ്പെട്ടത് വേണമെന്ന് പറഞ്ഞാൽ എടുത്ത് തരും. അങ്ങനെ എന്തായാലും അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കാമല്ലോ. പിന്നെ ഈ ഒരു പുട്ടുകുടത്തിൻ്റെ വില 350 രൂപയാണ് കേട്ടോ. ഞാൻ വില ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് ചില്ലി ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുട്ട വയ്ക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ വരുന്ന ചില്ലി ഉണ്ടല്ലോ, അതേ ചില്ലി തന്നെ ഇതിനകത്തുണ്ട്. എന്തെങ്കിലും പൈസ റെഡി ആകുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ വന്നിട്ട് ഈ ഒരു പുട്ടുകുട എനിക്ക് മേടിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മൺപാത്രങ്ങൾ, മൺചട്ടി, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പുട്ടുകുടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് വാങ്ങണമെന്നുണ്ട്. ഇപ്പോൾ എന്തായാലും മേടിക്കത്തില്ല, ഇപ്പോൾ വാങ്ങുന്നില്ല. അങ്ങനെ ഒരെണ്ണം മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. കൊണ്ടുവന്നതൊക്കെ തീർന്നു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ചട്ടിയാണെങ്കിലോ ഇഷ്ടപ്പെട്ട കലങ്ങളാണെങ്കിലോ ഏത് മോഡലിലുള്ളതാണെങ്കിലും എങ്ങനെ ഇവിടെ അത്രയും കൂട്ടി വെച്ചിരിക്കുന്നത് ശരിക്കും കച്ചവടത്തിന് ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് തന്നെ ഉറപ്പായിട്ട് മേടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈറയിലുള്ള ഐറ്റങ്ങൾ മേടിക്കണമെങ്കിൽ വട്ടിയാണെങ്കിലും കുട്ട, മുറങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ മേടിക്കാനും അതുപോലെ ഒത്തിരി വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധനം മേടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് പിന്നെ ഇത്രയും തള്ളും ഞെരുക്കും അങ്ങ് ഉള്ളിലോട്ടൊക്കെ ഭയങ്കര തള്ളു. ഞാൻ ഇങ്ങോട്ട് മാറി നിന്നിട്ടാണ് കേട്ടോ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മക്കളാരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എടുക്കാമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ള പരുവത്തിന് കുറച്ചൊക്കെ എടുത്ത് പിന്നെ ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു പാലത്തിൽ കയറിയിട്ടുള്ള, അതായത് നമ്മളെ വീഡിയോ കാണുന്ന ഒത്തിരി ദൂരോട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പോണത് ജംഗ്ഷനിലോട്ടാണ് കേട്ടോ. ജംഗ്ഷനിൽ ചെന്നിട്ട് എനിക്കിത് സാധനം മേടിക്കാനായിട്ടുണ്ട്, അരി മേടിക്കണം. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ കിളിമാനൂരുള്ള കശുവണ്ടി ഫാക്ടറി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. പണ്ട് ഞാനും കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയല്ല, വേറെ സ്ഥലത്താണ് കേട്ടോ. അത് എൻ്റെ മോളെ 1.5 വയസ്സിൽ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. മോൻ്റെ ഒരു 2-2.5-3 വയസ്സങ്ങണ്ടേക്ക് ആയ സമയത്ത് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ 8ാം ക്ലാസ് സമയത്ത് എക്സാം കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ പോവേണ്ടത്, അതൊക്കെ ജീവിതത്തിൽ പണ്ടൊക്കെ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഇത്തിരി പച്ചക്കറി ആണെങ്കിൽ ചില സമയത്ത് അരി സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. പിന്നെ നമ്മൾ പറ്റ് സാധനം മേടിക്കുന്നങ്ങ് അപ്പുറത്താണ് കേട്ടോ. അതായത് നമ്മളെ വീട്ടിലോട്ട് ഇറങ്ങി പോണ വഴിക്ക്. ഇവിടെ കയറണമെന്ന് വെച്ചാൽ അവിടെ തുറന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ ചെന്ന് ആ കടയിൽ കയറിയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പച്ചക്കറിയൊന്നും മേടിച്ചിട്ടില്ല.
പിന്നെ അവിടെ അരി മേടിക്കാൻ കയറിയപ്പോഴത്തേക്ക് കുടുംബശ്രീ ഇല്ലായിരുന്നേ. പിന്നെ സ്ഥിരം മേടിക്കുന്ന കടയിൽ വന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞത് ഇങ്ങനെ കുടുംബശ്രീ വന്നിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് പിന്നെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് വസന്തേ അങ്ങനെ എന്തോ പേരാങ്ങാണ്ട് എന്നിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ ആ ഒരു അരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കുടുംബശ്രീ വേവുന്ന പോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, നല്ല ചോറാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തൽക്കാലത്തേക്ക് 5 കിലോ അരി അവിടെ നിന്ന് തന്നെ മേടിച്ച്. പിന്നെ ലോഷൻ മേടിക്കണമായിരുന്നു, ഡെറ്റാൾ മേടിക്കണമായിരുന്നു, പിന്നെ പപ്പടം, ഈ ഇരിക്കുന്ന ഇത്ര സാധനങ്ങളാണ് കേട്ടോ ഇന്നിപ്പോൾ പോയി മേടിച്ചത്. പിന്നെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ മീൻ കട്ട് ചെയ്യണം, ചോറ് വയ്ക്കണം, ഒത്തിരി പണി കാര്യങ്ങൾ കിടക്കുന്നു. പെണമ്പുള്ളി ഇത്തിരി കുതിർന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവർ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ വെള്ളം തളിച്ചിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവരണതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ ചായ കുടിക്കാതെ ഇനി രാവിലെ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ വന്ന ഉടനെ തന്നെ പിന്നെ ഞാൻ വിചാരിച്ച് ഡ്രസ്സ് മാറണ്ട, ഇനിയിപ്പോൾ എന്തായാലും കഴുകാനും കുളിക്കാനൊക്കെ പോകണമല്ലോ. ചൂട് കാരണം സഹിക്കാൻ വയ്യ കേട്ടോ. പുറത്ത് പോയിട്ട് വന്നതും ഷീറ്റിൻ്റെ ചൂടും. പിന്നെ പ്രസവിക്കാറായപ്പോഴത്തേക്കും നമ്മളെ മിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മളെ ഹാപ്പിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അടുത്തത് എന്തായാലും കുഞ്ഞുങ്ങൾ വരാറൊക്കെ ആയിട്ടുണ്ട്. ഹാപ്പി ദാണ്ട് ഇവിടെ തന്നെ കാത്ത് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ഹാപ്പീനെ ചെറിയ രീതിയിലുള്ളൊന്ന് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. കാര്യം വേറൊന്നും കൊണ്ടല്ല, എപ്പോഴും അങ്ങനെ കെട്ടിയിടൊന്നും ഇല്ല കേട്ടോ. എപ്പോഴും നമ്മൾ അഴിച്ച് തന്നെ വിട്ടിരിക്കണം. ചില സമയത്ത് ചെറിയൊരു കുരുത്തക്കേടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കുഞ്ഞുങ്ങളുണ്ടല്ലോ, പൂച്ച കുഞ്ഞുങ്ങളെ പുറത്ത് കയറി അവരെ കളിപ്പിക്കുക ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളെ മെന്നു ആണെന്നുണ്ടെങ്കിൽ പ്രസവിക്കാറായി വന്നിരിക്കുന്നു. അപ്പോൾ അവളെ പുറത്ത് ചെന്ന് ചാടി കയറാം. അവൾക്ക് ഭയങ്കര ദേഷ്യം. അവൾ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ കണ്ണിലെങ്ങാനും കയറി കൈ കയറി കൊള്ളുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ പൂച്ചേനെയും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, നമ്മളെ ഹാപ്പിനെ ശ്രദ്ധിച്ചേ പറ്റും. ഹാപ്പിക്കാണെങ്കിൽ ചിലപ്പോൾ പൂച്ചയൊക്കെ ആണെങ്കിൽ അടിക്കുമ്പോൾ കണ്ണിൽ മാത്രമേ അടിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ യവക്കും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹാപ്പിക്ക് അറിയത്തില്ല, ചെന്ന് കയറി കൊടുക്കും. പിന്നെ ചവിട്ടോ പിന്നെ കടിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ, കുരുത്തക്കേട് കാണിക്കും. മറ്റേ പൂച്ചേരെയൊക്കെ മുകളിൽ കയറാക്കും, കളിക്കൊക്കെ എടുക്കുക, ഭയങ്കര കുരുത്തക്കേട്, ചെവിയിൽ പിടിച്ച് വലിക്കുക, അങ്ങനെ വേണ്ട ബഹളങ്ങളൊക്കെ കാണിക്കണം. അപ്പോൾ അതുപോലെ തന്നെ മിന്നുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് മിന്നുവിന് ഭയങ്കര ദേഷ്യം വരും. ഇപ്പോൾ അവൾക്ക് വയ്യാതിരിക്കുന്ന ഒരു സമയം കൂടെയൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ രീതിയിൽ നമ്മളെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചിലർ ചോദിക്കും കേട്ടോ, എന്തുകൊണ്ട് ഹാപ്പിനെ കെട്ടിയിട്ടിരിക്കണം എന്നൊക്കെ ചിലർ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടോ കാര്യങ്ങളോ ഒന്നും ഹാപ്പിക്ക് മേടിച്ചിട്ടില്ല. അവളിങ്ങനെ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ വിട്ടേക്കുവാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ ആയിട്ട് ഒരു കൂടൊക്കെ മേടിച്ചിട്ട് ഒരു സൈഡിലോട്ടൊക്കെ ആക്കാമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. ഇപ്പോൾ കുഞ്ഞാണല്ലോ, അപ്പോൾ അവളെ നമ്മൾ നോക്കണം, പിന്നെ ഇവരെ നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളെ എങ്ങനെയാണോ നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, കിണറ്റിലും വെള്ളമുണ്ട്, പൈപ്പ് ലൈനിലും വെള്ളമുണ്ട് കേട്ടോ. പൈപ്പ് ലൈനിലെ വെള്ളത്തിലാണ് ഇപ്പോൾ തുണികളെല്ലാം മുക്കി വെച്ച്, മോൻ്റെ തുണി മുക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ അരി എടുപ്പിടണം. അപ്പോൾ അതിന് മുമ്പേ തീയൊക്കെ കത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങ് കയറി വന്നപ്പോൾ മിന്നും എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ കിടക്കണം. ഇപ്പോൾ വയ്യ, നമുക്കാണെങ്കിലും അങ്ങനെയാണല്ലോ. കാരണം എന്ന് വെച്ചാൽ ഡെലിവറിയൊക്കെ അടുത്ത് വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അനുഭവിച്ചൊക്കെ വന്നിട്ടുള്ളവരാണ് നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ മിണ്ടാപ്രാണികൾക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും അവൾ അവിടെ കിടക്കുന്ന നമ്മളാരും ശല്യം ചെയ്യാനോ ഒന്നിനും പോകില്ല കേട്ടോ. പിന്നെ തുണികളെല്ലാം നേരത്തെ ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, അടുപ്പിൽ തീയെല്ലാം ഇട്ട് കൊടുത്ത് അതെല്ലാം ഒരുവിധം അടുക്കളയിലുള്ള ഒതുക്കിയിട്ട് വീണ്ടും ഇറങ്ങി വന്ന് ഇപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ കഴുകി ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് ഉണങ്ങുകയും ചെയ്യും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടുമാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ട് വെളിയിലാണെങ്കിൽ വേറെ എങ്ങും സൈഡിലൊന്നും ആശ കെട്ടാനും പറ്റത്തില്ല. എന്ന് വെച്ചാൽ സൈഡൊക്കെ നല്ല ഉയരത്തിലാണ് ഷീറ്റൊക്കെ അടിച്ചിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ നമുക്ക് ആശ കെട്ടാൻ പറ്റാത്തതിനെ കൊണ്ട് തോന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് എടുത്തിടാം. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ 2 വീഡിയോയിൽ നമ്മൾ കാശിമോനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോൻ്റെ അടുത്ത് ഒത്തിരി പേര് സ്നേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ സ്നേഹം അറിയിക്കുവാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ പഠിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ മോൻ്റെ സ്കൂളിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളടുത്ത് മോനെ അറിയുന്ന ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിന് നമ്മൾ സ്നേഹം അറിയിക്കുവാണ്. അപ്പോൾ ഇതുവഴിയാണെങ്കിലും മോനെ കാണാനായിട്ട് നിങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, അതായത് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരാളുടെ പേര് എടുത്ത് പറയുന്നില്ല, അത് കാശിമോനെ അറിയുന്ന ഒരാൾ കമൻറ്റ് ഇട്ടതിനെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ഇടാൻ പറ്റാതെ, അതായത് വീഡിയോ ഓണാക്കി വെച്ചിട്ടൊക്കെ ശബ്ദം കേട്ടാലും മതി എന്നൊക്കെ പറഞ്ഞിട്ടും, അതുപോലെ വീഡിയോ കാണാൻ പറ്റിയില്ലെങ്കിൽ എവിടെയെങ്കിലും സൈഡിൽ ഓണാക്കി വെച്ചിട്ടൊക്കെ നമുക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ സ്നേഹം അറിയിക്കുവാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. എന്ന് വെച്ചാൽ രാവിലെ മുതലില്ല റോഡിൽ പോക്ക്, ഇവിടുത്തെ ജോലി കാര്യങ്ങളും, മോളും അവളേതായിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ജോലി ചെയ്യാതെയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച വീഡിയോ ഇനിയിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കി ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് വെക്കാം, അടുത്ത ദിവസം ഇടാം. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്. കാലും കൈയൊക്കെ ഭയങ്കര കഴപ്പും വേദനയും നടുവേദനയും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ കിടന്നേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.